ഇതെന്തത് ഇന്ന് മനസ്സിലായ? നാളികേരപ്പാൽ. ഇന്ന് നാളികേരപ്പാൽ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ നാളികേരം ചിരകിയിട്ടുള്ള നാളികേരപ്പാലല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ വീട്ടിലിപ്പോൾ നാളികേരം പുറത്ത് കിടന്ന് ഉണങ്ങി വെള്ളമൊക്കെ വറ്റി കൊപ്ര പോലെയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് നാളികേരപ്പാൽ എടുക്കണമെങ്കിൽ ഈ കൊപ്ര മുറിക്കുക. അത് കഴിഞ്ഞിട്ട് അത് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുക. കനം കുറച്ചിട്ട് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ വേഗം പൊടിഞ്ഞ് കിട്ടും. നാളികേരം ചെരുകാൻ മടിയുള്ളവർക്ക് പച്ച നാളികേരമായാലും ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയിൽ അടിച്ച് നാളികേരപ്പാൽ എടുക്കാം കേട്ടോ. അപ്പം നമ്മളെല്ലാം ചെറിയ നാളികേരമായിരുന്നുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ജാറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മൊത്തം ഇട്ടു. അതിന് ശേഷം നമ്മളത് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പാലപ്പത്തിൻ്റെ ഒക്കെ വേണ്ട നാളികേരപ്പാലാണെങ്കിൽ ഇങ്ങനത്തെ വൈറ്റ് കളർ, നല്ല വൈറ്റ് കളർ വേണ്ടേ. അപ്പോൾ ഈ ബ്രൗൺ കളർ പോർഷൻ മാറ്റുക. അതിന് ശേഷം വൈറ്റ് മാത്രം എടുത്തിട്ട് നമ്മൾ അടിച്ചെടുക്കുക. അപ്പോൾ നല്ല നാളികേരപ്പാൽ കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഇതെല്ലാതും കൂടെ എടുക്കുന്നത് കാരണം ഇത് ഉപ്പുമാവ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്ത് കറക്കി ഇതുപോലെ പൊടിച്ചെടുക്കുക. ആ പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ആ കൊപ്രയുടെ കഷ്ണങ്ങൾ അങ്ങനെ തന്നെ ആദ്യം തന്നെ ഇട്ടിട്ട് വെള്ളം ഒഴിക്കണ്ട. ഇതുപോലെ പൊടിച്ച് വന്നിട്ട് അതിൽ വെള്ളം ഒഴിക്കുക. അപ്പോൾ നമുക്ക് 2 കപ്പ് നാളികേരപ്പാലായിരുന്നു ആവശ്യം. അപ്പോൾ ആദ്യം 1 കപ്പ് ഒഴിച്ചിട്ട് അത് അടിച്ചെടുത്തു. പിന്നെ അത് നമ്മൾ അരിച്ചെടുക്കുക. ഇപ്പോൾ മനസ്സിലായില്ലേ? നല്ല വൈറ്റ് കളറ് വേണമെങ്കിൽ ആ ബ്രൗൺ പോർഷൻ കട്ട് ചെയ്ത് കളയുക. പിന്നെ നമ്മൾ ഈ അരിപ്പയിലിട്ടിട്ട് ഇതിങ്ങനെ അരിച്ച് നാളികേരപ്പാൽ എടുക്കുക. നല്ല ഈസി അല്ലേ? ഇപ്പോൾ കൊപ്ര കണ്ടാലും ഇനി വിഷമിക്കണ്ട, അയ്യോ ഇനി എങ്ങനെ നാളികേരപ്പാൽ കിട്ടുമെന്ന് ഓർത്തിട്ട്. അപ്പോൾ അതിൽ നിന്നും നല്ല സൂപ്പർ, ഇതിലേലും ഉണങ്ങിയ കൊപ്രയായാലും നല്ല സൂപ്പറായിട്ടുള്ള നാളികേരപ്പാൽ കിട്ടും കേട്ടോ. എത്ര ഉണങ്ങിയ കൊപ്രയായാലും നമുക്ക് നാളികേരപ്പാൽ എടുക്കാൻ പറ്റും. നല്ല മണം ഉള്ള നാളികേരമായിരിക്കണം കേട്ടോ. ചിലത് കേട് വന്നിട്ടുണ്ട്, ഒരു കേട് വന്ന മണം ഉണ്ടാവില്ലേ, അതൊന്നും എടുത്തിട്ട് നാളികേരപ്പാൽ ഉണ്ടാക്കാൻ പാടില്ല. കൊപ്ര നോക്കുക നല്ലതാണോ നോക്കുക. നല്ലതാണെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആദ്യം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് പാലെടുക്കുക. പിന്നെ അതിൻ്റെ രണ്ടാമത്തെ പീര അതിൽ വീണ്ടും 1 ഗ്ലാസ് കൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അടിച്ചെടുത്തു. നമുക്ക് 2 ഗ്ലാസ് നാളികേരപ്പാലായിരുന്നു ആവശ്യം. അപ്പോൾ അതിന് ഇങ്ങനെ 2 ഗ്ലാസ് ഒഴിച്ചിട്ടെടുത്തു. അപ്പോൾ നല്ല സൂപ്പർ നാളികേരപ്പാൽ കിട്ടി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ.